ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചക്ക അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരുകളെടുത്ത് നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അര ഗ്ലാസ് വെള്ളത്തിൽ വേകാനായിട്ട് വെച്ചു. അതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ചക്കച്ചുളകൾ നീളത്തിലരിഞ്ഞത് ഈ ചക്കക്കുരുവിനൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കും. ചക്കയും ചക്കക്കുരുവും കൂടി ചേർന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു മൂടി കൊണ്ട് നമ്മൾ അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിൽ അരമുറി തേങ്ങ തിരികിയത്, ഒരു പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, അര സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ചക്കയുടെ അവിയലിലേക്ക് കൂട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൂട്ട് ചേർക്കുന്നതിനായിട്ട് നമ്മൾ ഈ അരപ്പ് ഇടുമ്പോൾ അതിൽ ചെറിയൊരു കുഴിയുണ്ടാക്കി നമ്മുടെ അരപ്പ് അതിൽ ചേർത്ത് ചക്കയുടെ ചുളകൾ കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുക. ചക്കയുടെ ചുളകൾ മൂടി വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരുവും ചക്കച്ചുളയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇതൊന്ന് ആവി കയറി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇടുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മുടെ സ്പൂണ് കൊണ്ട് ഈ നമ്മുടെ കൂട്ടും ചക്കക്കുരുവും ചക്കച്ചുളയും നമ്മുടെ കറിവേപ്പിലയും എല്ലാം കൂടെ ചേർന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കൂട്ട് എല്ലാ ഭാഗങ്ങളിലും കിട്ടേണ്ടതാണ്. ഈ നമ്മുടെ ചക്കച്ചുളകളിലെല്ലാം ഈ കൂട്ട് പിടിക്കേണ്ടതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ആവി വന്നതിന് വരിക. നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം.